അമ്മാനെ എനിക്കൊരു കഥ പറഞ്ഞുതരുമോ? സ്റ്റാർട്ട്. പറയാലോ. ഇന്ന് അമ്മാമ്മ മോന് ഒരു കാക്കയുടെ കഥ പറഞ്ഞുതരാം. ശരി അമ്മാമേ, എന്നാ കഥ തുടങ്ങിക്കോളൂ. ഒരു സ്ഥലത്ത് ഒരു മരത്തിൽ കുറേ കാക്കകളുണ്ടായിരുന്നു. അവർ വൈകുന്നേരം രാവിലെ തന്നെ ഇര തേടി ഓരോ സ്ഥലങ്ങളിലേക്ക് പറന്നു പോകും. വൈകുന്നേരം ആകുമ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് മരത്തിലേക്ക് തിരിച്ചു വരും. അതിലൊരു കാക്ക മാത്രം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടൂല. അവളുടെ വിചാരം ഉണ്ടല്ലോ, അവൾ ഭയങ്കര സുന്ദരിയാണ്, ഞാൻ എല്ലാവരെക്കാട്ടിലും കേമിയാണെന്നാണ് വിചാരം. അത് കാരണം മറ്റുള്ളവരുടെ കൂടെ കൂടാതെ മാറി പറക്കും. ഒരു ദിവസം അവൾക്ക് ഒരു നെയ്യപ്പം കിട്ടി. അത് ഒരു വീട്ടുമുറ്റത്തുനിന്നാണ് കിട്ടിയത്. അതും ഒരു കുട്ടി കഴിച്ചുകൊണ്ടിരുന്ന നെയ്യപ്പം തട്ടിയെടുത്തുകൊണ്ട് വന്നതാ. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ചവിട്ടി പിടിച്ചോണ്ട് ആ നെയ്യപ്പം കൊത്തി കൊത്തി തിന്നാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് ഒരു കുറുക്കൻ അവിടെ വന്നു. കുറുക്കന് നെയ്യപ്പം കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി. പക്ഷെ എന്ത് ചെയ്യും? എന്ത് ബുദ്ധി പ്രയോഗിക്കും? അവസാനം കാക്കോട് പറഞ്ഞു, കാക്കമ്മേ, നീ എന്തൊരു സുന്ദരിയാ, പക്ഷെ നിനക്ക് നന്നായി നൃത്തം ചെയ്യാനും അറിയാലോ. ഒരു നൃത്തം കാണാൻ ഭയങ്കര കൊതിയുണ്ട്, നീ ഒരു ഡാൻസ് കളിക്കുമോ? അപ്പം കാക്കമ്മ എന്ത് ചെയ്തു? അവള് ആ നെയ്യപ്പം എടുത്ത് ചുണ്ടിൽ കൊത്തി പിടിച്ചോണ്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ കുറുക്കൻ്റെ വിദ്യ ഫലിച്ചില്ല. അപ്പോൾ കുറുക്കൻ അടവൊന്ന് മാറ്റി നോക്കി. എന്നിട്ട്, നിന്റെ നൃത്തം മാത്രം കണ്ടാൽ പോരാ, നിന്റെ പാട്ടും കൂടി കേട്ടാൽ കൊള്ളാം. കാക്കമ്മ എന്ത് ചെയ്തു? അത് കേട്ടപ്പോൾ ഇവക്ക് ഭയങ്കര സന്തോഷമായി. ഓ, എൻ്റെ പാട്ടും ഡാൻസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞാൻ പാടാം എന്നും പറഞ്ഞുകൊണ്ട് കാ എന്ന് പറയാൻ വേണ്ടിയിട്ട് വായി തുറന്നത് നെയ്യപ്പം താഴെ പോയി. ബുദ്ധിയുള്ള കുറുക്കൻ ആ നെയ്യപ്പം എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം ഓടി. അപ്പോഴാണ് കാക്കമ്മയ്ക്ക് അബദ്ധം മനസ്സിലായത്. താഴേക്ക് ഓടി പറന്ന് ചെന്നു, പക്ഷെ നെയ്യപ്പം കൊണ്ട് കുറുക്കൻ്റെ സ്ഥലം വിട്ടിരുന്നു. ഇതിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവരുടെ അഭിനന്ദനത്തിൽ നമ്മൾ വീണു പോവരുത്. അവർ നമ്മളെ ആവശ്യമില്ലാതെ പുകഴ്ത്തി കഴിഞ്ഞാലൊന്നും നമ്മൾ അതിനകത്ത് വീണു പോകാൻ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടന് ഇഷ്ടമായോടാ? ഇഷ്ടമായി അമ്മാമ, നല്ല കഥ. ബൈ ബൈ അമ്മ.